എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ വൊക്കാബുലറി ത്രയം സീരീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒട്ടും താമസിക്കാതെ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്താ ഇങ്ങനെയാണ്. ഇത് പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ടിറ്റ് ഫോർ ടാറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: അടിപതറുക, ചരട് പിടിക്കുക, ഉരുളക്കുപ്പേരി, ചതുർത്ഥി കാണുക. ഇതിൻ്റെ ശരിയായ മലയാളം ഉരുളക്കുപ്പേരി, പകരത്തിന് പകരം. അതാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്നതിൻ്റെ മലയാളം, ഉരുളക്കുപ്പേരി. അതുപോലെ മറ്റ് ചില വാക്കുകൾ നോക്കാം. സ്റ്റാറ്റസ് കോ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ശരിക്കും പറഞ്ഞാൽ ലാറ്റിൻ ഫ്രേസാണ്. അതിന് സമാനമായ മലയാളമാണ് തൽസ്ഥിതി അല്ലെങ്കിൽ യഥാസ്ഥിതി. അതാണ് ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ. തൽസ്ഥിതി തുടരുക, യഥാസ്ഥിതി തുടരുക. കോടതിയൊക്കെ ഓർഡർ ഇടും ഇല്ലേ, ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ. അത് യഥാസ്ഥിതി, തൽസ്ഥിതി എന്നാണ്. ആഡ് ഫ്യുവൽ ടു ദി ഫ്ലെയിം എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എരിതീയിൽ എണ്ണയൊഴിക്കുക അല്ലെങ്കിൽ പ്രശ്നം വഷളാക്കുക എന്നതാണ്. എരിതീയിൽ എണ്ണയൊഴിക്കുക, ആഡ് ഫ്യുവൽ ടു ദി ഫ്ലെയിം. ബ്ലാക്ക് ലിസ്റ്റ് എന്ന ഇംഗ്ലീഷിന് തുല്യമായ മലയാളമാണ് കരിമ്പട്ടിക. കരിമ്പട്ടിക. ഹെർട്ട് ആൻഡ് സോൾ എന്നതിന് തുല്യമായി മലയാളത്തിൽ പ്രയോഗിക്കുന്നതാണ് ആത്മാർത്ഥമായി. ഹാർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹൃദയം, സോൾ ആത്മാവ്. അപ്പോൾ ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും, അതാണ് ആത്മാർത്ഥമായി എന്നത്. കോൾ എവേ എന്ന ഇംഗ്ലീഷ് ഫ്രേസിന് മലയാളത്തിൽ അർത്ഥം ശ്രദ്ധ മാറ്റുക എന്നാണ്. ടു കോൾ എവേ ഹർ എന്ന് വെച്ചാൽ അവളുടെ ശ്രദ്ധ മാറ്റുക എന്നാണ്. ടു നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ എന്ന് വെച്ചാൽ, നോ സ്മോക്ക് എന്ന് വെച്ചാൽ പുകയില്ല, തീയില്ലാതെ. അപ്പോൾ അതിൻ്റെ മലയാളം എങ്ങനെ വരും? തീയില്ലാതെ പുകയില്ല. അതാണ് നോ സ്മോക്ക് വിത്തൗട്ട് ഫയർ, തീയില്ലാതെ പുകയില്ല. മറ്റു ചില വാക്കുകൾ നോക്കൂ. നോ പെയിൻ നോ ഗെയിൻ. അതായത് നോ പെയിൻ, വേദനയില്ല അല്ലെങ്കിൽ അധ്വാനിക്കുന്നില്ല എങ്കിൽ നോ ഗെയിൻ, നേട്ടവുമില്ല. അധ്വാനിക്കാതെ നേട്ടമില്ല. അതാണ് നോ പെയിൻ നോ ഗെയിൻ. കോട്ട് ഓഫ് ആംസ് എന്നതിന് കുലച്ചിഹ്നം എന്നാണ് മലയാളം. കോട്ട് ഓഫ് ആംസിന് കുലച്ചിഹ്നം, നമ്മൾ മറ്റേ പ്രൗഢിയുടെ ചിഹ്നം എന്ന് പറയുന്നത്. കോസ് ടു ഗ്ലാൻസ് എന്നതിന് വിഹക വീക്ഷണം നടത്തുക എന്നാണ്. നമ്മളെ ബേർഡ്സ് ഐ എന്നൊക്കെ പറയും. കോസ് ടു ഗ്ലാൻസ്, അതാണ് വിഹക വീക്ഷണം. എന്നാൽ കാൾ ഓഫ് എന്ന ഫ്രേസിൻ്റെ അർത്ഥം പിന്മാറുക, റദ്ദാക്കുക എന്നൊക്കെയാണ്. പിന്മാറുക, ക്യാൻസൽ ചെയ്യുക, റദ്ദാക്കുക. എന്നാൽ കോൾ ഓൺ എന്നതിൻ്റേത് സന്ദർശിക്കുക എന്നാണ്. ഐ കോൾ ഓൺ ദ പേഷ്യൻറ്റ് എന്ന് നമ്മൾ പറയില്ലേ, കോൾ ഓൺ, സന്ദർശിക്കുക എന്നാണ്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കപട സുഹൃത്ത് എന്നാണ്. അതായത് പുല്ലിനയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പ് എന്ന് വെച്ചാൽ എപ്പോഴാണോ ഉപദ്രവം ഉണ്ടാക്കാം, അതാണ് കപട സുഹൃത്ത്. എ സ്നേക്ക് ഇൻ ദി ഗ്രാസ്. എക്സാമിൻ ക്ലോസ്ലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൂക്ഷ്മ പരിശോധന നടത്തുക അല്ലെങ്കിൽ ഉറ്റുനോക്കുക. സൂക്ഷ്മ പരിശോധന നടത്തുക, ഉറ്റുനോക്കുക. അതാണ് എക്സാമിൻ ക്ലോസ്ലി. എസ്റ്റേറ്റ് ഓഫ് ലൈഫ് എന്നതിന് ആജീവനാന്തം എന്നാണ്. ജീവപര്യന്തം, ആജീവനാന്തം. അതാണ് എസ്റ്റേറ്റ് ഓഫ് ലൈഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ടു ഫേസ് ദി മ്യൂസിക്, നമുക്ക് കേൾക്കുമ്പോൾ മ്യൂസിക് എന്നൊക്കെ തോന്നുമെങ്കിലും ടു ഫേസ് ദി മ്യൂസിക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ പ്രത്യാഘാതം ഏറ്റുവാങ്ങുക, ശിക്ഷ അനുഭവിക്കുക, ശിക്ഷ ഏറ്റുവാങ്ങുക എന്നതാണ്. പ്രോസ് ആൻഡ് കോൺസ്, അനുകൂല പ്രതികൂല വാദങ്ങൾ. അനുകൂല പ്രതികൂല, പ്രകൂലയല്ല, പ്രതികൂല വാദങ്ങൾ എന്നാണ്. പ്രൊസീഡിങ്സ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ആ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് നടപടിക്രമം എന്നാണ്. ഡിസിപ്ലിൻ എന്നതിന് വിജ്ഞാനശാഖ എന്നും അച്ചടക്കം എന്നും അർത്ഥമുണ്ട്. ഡിസിപ്ലിൻ അതിൽ നമ്മൾ പറയുന്നത് സൈക്കോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ സൈക്കോളജിയുടെ വിജ്ഞാനശാഖ, മനഃശാസ്ത്ര ശാഖ എന്നാണ്. അതുപോലെ അച്ചടക്കം എന്നും അർത്ഥമുണ്ട്. ഡയറക്റ്റ് എക്സാമിനേഷൻ എന്നതിന് പ്രധാന വിസ്താരം എന്നാണ് മലയാളം. ഡയറക്റ്റ് എക്സാമിനേഷൻ, പ്രധാന വിസ്താരം. വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ് എന്ന് വെച്ചാൽ പരിചയക്കുറവ്. നമ്മൾ ഈ ആകെ വിയർക്കുന്നു, പറയില്ല, ആകെ വിയർത്ത് എന്ന് വെച്ചാൽ എപ്പോഴാണ് ഒരു കാര്യം ചെയ്യാൻ പരിചയമില്ലാതെ വരുമ്പോൾ ആകെ പരുങ്ങുന്ന അവസ്ഥ വരിക. അതാണ് വെറ്റ് ബിഹൈൻഡ് ദി ഇയേഴ്സ്, പരുങ്ങുന്ന അവസ്ഥ, പരിചയക്കുറവ് എന്നതാണ്. ഫാഷൻ മോങ്കർ എന്ന ശൈലിക്ക് തുല്യമായ മലയാളം ആഡംബരമോഹി, പരിഷ്കാരി എന്നൊക്കെയാണ്. ആഡംബരമോഹി, ഫാഷൻ മോങ്കർ. ഡ്രോ അപ്പ് എന്നതിൻ്റേത് തയ്യാറാക്കുക. ഡ്രോ അപ്പ് എ പ്രോജക്റ്റ് എന്നൊക്കെ പറയില്ലേ, ഡ്രോ അപ്പ്, തയ്യാറാക്കുക എന്നാണ്. ഡു ഔട്ട് ഓഫ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പറ്റിക്കുക, തട്ടിക്കുക, വെട്ടിക്കുക എന്നൊക്കെയാണ്. ഡു ഔട്ട് ഓഫ്, പറ്റിക്കുക എന്നാണ്. എന്നാൽ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിപരീതാർത്ഥ പ്രശംസ. അതായത് നമുക്ക് കേൾക്കുമ്പോൾ പ്രശംസയാണ് തോന്നും, പക്ഷേ വിപരീതാർത്ഥം. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തോ നല്ല സാധനം വെച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നും വെച്ചിരിക്കുന്നില്ല, വെച്ചിരിക്കുന്നത് മോശപ്പെട്ടതാണ്. അതാണ് ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്, അതാണ് വിത്ത് ഗുണം 10 എന്ന് പറയുന്നത്. വിത്ത് ഗുണം 10, ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്. എം ടി വെസൽസ് മേക്ക് ദി ഗ്രേറ്റസ്റ്റ് സൗണ്ട് എന്ന് വെച്ചാൽ
നിറകുടം തുളുമ്പില്ല അഥവാ ഓട്ടപ്പാത്രം തുളുമ്പും. ഓട്ടപ്പാത്രമാണ് ചിലയ്ക്കുന്നത് എന്ന് പറയും. ഓട്ടപ്പാത്രം ചിലയ്ക്കും, നിറകുടം തുളുമ്പില്ല. അതാണ് എം ടി വെസൽസ് മേക്ക് ദി ഗ്രേറ്റസ്റ്റ് സൗണ്ട്. കാലിയായ പാത്രം സൗണ്ട് ഉണ്ടാക്കും, നിറഞ്ഞ പാത്രം സൗണ്ട് ഉണ്ടാക്കില്ല. എം ടി വെസൽസ് മേക്ക് മച്ച് നോയ്സ്, അതും ഒഴിഞ്ഞ പാത്രം കൂടുതൽ ഒച്ചയുണ്ടാക്കും, അല്ലെങ്കിൽ ഓട്ടക്കലം കലമ്പും എന്ന് നമ്മൾ പറയുന്നതാണ്. ഓട്ടക്കലം കലമ്പും. എം ടി വെസൽസ് മേക്ക് മച്ച് നോയ്സ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നതിന് തുല്യമായ മലയാളം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നതാണ്. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മറ്റൊരു ചോദ്യം നോക്കൂ, പരിഭാഷയുമായി ബന്ധപ്പെട്ടത്. മൈറ്റ് ഈസ് റൈറ്റ്, സമാനമായ മലയാളത്തിലെ ചൊല്ല്. ചൊട്ടയിലെ ശീലം ചുടല വരെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആകെ മുങ്ങിയാൽ കുളിരില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. മൈറ്റ് എന്ന് വെച്ചാൽ ശക്തി. മൈറ്റ് ഈസ് റൈറ്റ് എന്നതിന് തുല്യമായ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ തുല്യമായ അർത്ഥം വരുന്നത് ഓപ്ഷൻ ബി, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. മറ്റു ചിലത് നോക്കൂ. സ്പിൽ ദി ബീൻസ് എന്ന് വെച്ചാൽ രഹസ്യം പുറത്തറിയിക്കുക എന്നാണ്. സ്പിൽ ദി ബീൻസ്. ടു ആൻഡ് ഫ്രോ, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ പറയില്ലേ അതിൻ്റെ ചാർജ് ടു ആൻഡ് ഫ്രോ റേറ്റ് എന്നൊക്കെ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും. ദെയർ ആൻഡ് ദെൻ, ഉടൻ തന്നെ. ദെയർ ആൻഡ് ദെൻ, അപ്പോൾ, ഉടൻ തന്നെ. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, അതാണ് നിത്യാഭ്യാസി ആനയെടുക്കും. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നതിൻ്റെ മലയാളമാണ് നിത്യാഭ്യാസി ആനയെടുക്കും. പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ, അതാണ് അഹങ്കാരം ആപത്താണ്. ബിഫോർ എ ഫാൾ, ഒരു വീഴ്ച സംഭവിക്കുന്നതിന് മുന്നേ പ്രൈഡ്, അതായത് അഹങ്കാരം ആപത്താണ്. റെനൗൺസ് ദി വേൾഡ് എന്ന് വെച്ചാൽ ലൗകിക ജീവിതം പരിത്യജിക്കുക. റിനൗൺസ് ദി വേൾഡ്, ഈ ഇഹലോകവാസം വെടിയുക അഥവാ ലൗകിക ജീവിതം പരിത്യജിക്കുക എന്നൊക്കെയാണ്. ഇവിടെ ഒരു ചെറിയ അർത്ഥവ്യത്യാസമുള്ള ഇഹലോകവാസം വെടിയുക എന്ന് വെച്ചാൽ മരിച്ചു പോകുക എന്നുണ്ട്. പക്ഷേ റിനൗൺസ് ദി വേൾഡ് എന്ന് പറഞ്ഞാൽ സന്യാസ ജീവിതം സ്വീകരിക്കുക, അല്ലെങ്കിൽ ഈ ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നോക്കൂ, റിമെയിൻ അറ്റ് ലാർജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പിടികൊടുക്കാതിരിക്കുക എന്നാണ്. റിമെയിൻ അറ്റ് ലാർജ്, പിടികൊടുക്കാതിരിക്കുക, അതായത് വലുതായി തന്നെ തുടരുക, പിടിച്ചാൽ എത്തുന്നില്ല. റിമെയിൻ അറ്റ് ലാർജ്. റെഡ് എൻട്രി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രശംസാക്കുറിപ്പ് എന്നാണ്. റെഡ് എൻട്രി. എ വൈറ്റ് എലിഫൻറ്റ്, നമ്മൾ ഐരാവതം, വെള്ളാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രയോജനശൂന്യവും പാഴ്ചെലവും. നമ്മൾ ചില സർക്കാർ സ്ഥാപനങ്ങളെയൊക്കെ വെള്ളാനകൾ എന്ന് പറയും. അതാണ് വൈറ്റ് എലിഫൻറ്റ്, ഉപയോഗമില്ലാത്തതും അധിക ചെലവ് വരുത്തുന്നതും. നോ ഗെയിൻസ് വിതൗട്ട് പെയിൻസ്, കൈ അനങ്ങാതെ വായനങ്ങില്ല, അധ്വാനിക്കാതെ നേട്ടമില്ല. ലീപ്സ് ആൻഡ് ബൗൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ പെട്ടെന്ന് എന്നാണ്, ധൃതഗതിയിൽ. അതാണ് ലീപ്സ് ആൻഡ് ബൗൺസ്. വാൾസ് ഹാവ് ഇയേഴ്സ്, വാളെന്ന് വെച്ചാൽ എന്താ? ഭിത്തി. ഇയർ, ചെവി. ഭിത്തിക്ക് പോലും ചെവിയുണ്ട് എന്ന് വെച്ചാൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. അരമന എന്ന് വെച്ചാൽ കൊട്ടാരത്തിലെ, അപ്പോൾ കൊട്ടാരം വളരെ സേഫായ സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ രഹസ്യം പോലും അങ്ങാടിയിലെത്തി. അതാണ് വാൾസ് ഹാവ് ഇയേഴ്സ്. നമ്മൾ പറയും ചുവരുകൾക്ക് പോലും ചെവിയുണ്ട് എന്ന് പറയുന്നത്. നോക്കൂ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റൈസ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണ്. കീപ്പ് ഓൺസ് വേർഡ് എന്ന് വെച്ചാൽ വാക്ക് പാലിക്കുക. ബൈ ഹാർട്ടാക്കുക എന്ന് വെച്ചാൽ കാണാപ്പാഠം പഠിക്കുക. ബട്ട് ആൻഡ് ബെൻ, അകത്തും പുറത്തും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. ബട്ട് ആൻഡ് ബെൻ. എ ബേർഡ്സ് ഐ വ്യൂ, അതാണ് നേരത്തെ നമ്മൾ കണ്ട വിഹഗ വീക്ഷണം. എ ബേർഡ്സ് ഐ വ്യൂ. എ ഹോട്ട് പൊട്ടറ്റോ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സങ്കീർണമായ പ്രശ്നം. അതായത് ഈ പുഴുങ്ങി നല്ല ചൂടുള്ള ഉരുളക്കിഴങ്ങ് എടുത്ത് വായിക്കാത്തിട്ടാൽ എന്ത് ചെയ്യും? അങ്ങോട്ട് തുപ്പാനും വയ്യ, ഇറക്കാനും വയ്യ, നമ്മൾ ഹോവാക്കിയെങ്കിൽ കപ്പയൊക്കെ പുഴുങ്ങി ചൂടത്തിട്ട്, അത് തന്നെയാണ് എ ഹോട്ട് പൊട്ടറ്റോ. സങ്കീർണമായ പ്രശ്നം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചൂടായാണ്, മുറിക്കാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗോദിയൻ നോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഊരാക്കുടുക്ക്, അതായത് അഴിക്കാൻ കഴിയാത്ത പ്രശ്നം, പരിഹരിക്കാനാവാത്ത പ്രശ്നം. ഊരാക്കുടുക്ക്, നമ്മൾ ഏടാകൂടം എന്നൊക്കെ പറയും. അതാണ് ഗോദിയൻ നോട്ട്. പരിഭാഷയുമായി ബന്ധപ്പെട്ട കുറച്ചേറെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ത്രയം സീരീസിൽ ചർച്ച ചെയ്തത്. ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. കാത്തിരിക്കുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക.